നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുറേ ഫങ്ഷൻ വെയർ സാരി. ഭയങ്കര ബഡ്ജറ്റ് റേറ്റ് അല്ല, ഈയിടെ ദിവസങ്ങളിലെല്ലാം ബഡ്ജറ്റ് റേറ്റ് ആയിട്ടുള്ള സാരിയല്ലേ കാണിച്ചത്. ഇത് ഭയങ്കര ഓവറായിട്ടുള്ള റേറ്റും ഇല്ല, ഇച്ചിരി റേറ്റ് ഉണ്ട് താനും. നോർമലി ഒരു സാധാരണ സാരി വാങ്ങിക്കുന്നവർക്ക് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി റേറ്റ് ഉണ്ട്, അല്ലാത്തവർക്ക് റേറ്റ് ഇല്ല. കുറേ സാരി ഉണ്ട്, ഇന്ന സാരി. അതിനകത്ത് മെയിൻ ബനാറസി ഉണ്ട്, ചന്തേരി ഉണ്ട്, ടസറുണ്ട്, അങ്ങനെ പല സാരി കേട്ടോ. ആദ്യത്തെ സാരി ഇതാണേ. ആദ്യത്തെ സാരി എന്ന് പറയുന്നത് നമ്മുടെ ബനാറസി സാരി തന്നെ. ഇവിടെ കാണിക്കേ, ഇതിപ്പോൾ വന്നിട്ട് ഡാർക്ക് മെറൂൺ ബോർഡർ, ബോഡിക്ക് വരുന്നത് കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബ്ലാക്ക് ആണോ എന്നൊരു സംശയം തോന്നും, പക്ഷേ ബ്ലാക്ക് അല്ല, ബോട്ടിൽ ഗ്രീൻ്റെ വളരെ ഡാർക്കായിട്ടുള്ള ഒരു കളറാണേ, കളർ ഷെയ്ഡാണ്. മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ അടിപൊളി മുന്താണിയാണ്, നല്ല പാർട്ടി ടച്ച് തരുന്ന സാരി മുന്താണി. ബ്ലൗസ് വന്നിട്ട് ഇത് ബ്ലൗസ് പ്ലെയിൻ വരും, പ്ലെയിനിൽ ഈ ഒരു മുന്താണിയുടെ പോലെ തന്നെ വീവിങ് വരുന്ന ബോർഡർ വന്നിട്ട്, വീവിങ് അല്ല ബോർഡർ, മറ്റെന്തൊക്കെയോ ആണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് സാരി ഒന്ന് വിസ്തരിച്ച് കാണാം. ഇപ്പോൾ 100% വിസ്കോസ് ബനാറസി എന്ന് പറഞ്ഞാൽ വിസ്കോസ് ബനാറസിയുടെ തന്നെ മെറ്റീരിയലാണ്, പക്ഷെ ചെറിയൊരു പൊട്ടിക്കെന്തോ ഒരു സ്റ്റഫിനൊരു വ്യത്യാസമുണ്ടോ എന്ന് എനിക്കൊരു സംശയം. വിസ്കോസ് ബനാറസി എന്ന് പറഞ്ഞാൽ ജോർജറ്റ് ബനാറസി, ജോർജറ്റിൻ്റെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഐറ്റമാണ് വിസ്കോസ്. അതിൻ്റെ ബനാറസി കൂടെ കൂടിയ സാധനം. ഇതിപ്പോൾ ഞാനേ ഈ പല ലെയറായിട്ട് ഇട്ടേക്കുന്നത് ഈ തോളയിൽ നിന്ന് ഊർന്നു പോകുന്നത്, പക്ഷേ ഇത് ശരിക്കും കാണിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ഭയങ്കര ഇതിനകത്ത് പേപ്പറും കൂടെ ഉണ്ട്, പേപ്പറും കൂടെ ആ പേപ്പറും കൂടെ കൂടിയിട്ട് വരുമ്പോഴത്തേനും അങ്ങ് ഉതിർന്നു പോകും. നല്ല വീതി ബോർഡർ, നല്ല ഭംഗിയായിട്ട് 1 ലെയർ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, 2 ലെയർ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇട്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഡീപ്പ് ബ്ലാക്ക് എന്നതാണ്, ഡീപ്പ് ബോട്ട് ഗ്രീൻ കളറിൻ്റെ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നമുക്ക് തോന്നും ഇത്രയും ഡാർക്ക് ബോട്ട് ഗ്രീൻ വരുമ്പം ഇച്ചിരി ഒരു ഇരുനിറക്കാർക്ക് നിറം ഡിം ആവുമെന്ന് തോന്നും, പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഞാൻ പറയുന്നത് ഇവിടെ നല്ല മജോറിറ്റിയും ഈ ഒരു ഡാർക്ക് മെറൂണിൻ്റെ ഒരു ഇതാണ് വരുന്നത് അല്ലേ. നമ്മൾ വൺ പ്ലീറ്റ്സ് ഇട്ടാലും പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താലും വരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഫേസിലേക്ക് കിട്ടുന്നത്. ഇത് ബോഡിയിലേക്ക് പോകുന്ന പാർട്ടല്ലേ, ഒരു ഇരുളിമ കൂടുതൽ തോന്നിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് വന്നിട്ട് മുന്താണി ഉണ്ടോ, മുന്താണിയൊക്കെ അടിപൊളി മുന്താണിയാണ്, നല്ല സൂപ്പറായിട്ടുള്ള പാർട്ടി വെയർ സാരി. എപ്പോഴും ഞാൻ പറയുമായിരുന്ന ഒരു ഡയലോഗുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പഴയ പാവാടക്കാരിയിലേക്ക് പട്ടുപാവാടയൊക്കെ ആയിട്ട് പോകും. പട്ടുപാവാടയൊക്കെ മേടിച്ച് തയ്ക്കുന്നവരുണ്ട് ഈ സാരി വാങ്ങിച്ചിട്ട്, സത്യം. ബനാറസി സാരി വാങ്ങിച്ചിട്ട് എല്ലാത്തിനും നല്ലതല്ലേ. പിന്നെ ഇത് പ്യുവർ ബിസ്കോസ് ബനാറസിയാണ്, ഈ ഒരു കളർ കോമ്പിനേഷനോട് എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഈ മോഡൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇത് സെയിം ഒന്നും അല്ല കാണിക്കുന്നത്, ഇവിടുത്തെ ബുട്ടായിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ബോർഡറിൻ്റെ പ്രിൻറ്റിലോ ഒക്കെയുള്ള വ്യത്യാസങ്ങൾ പലപ്പോഴും വരും. അപ്പം ഈ ഒരു കോമ്പിനേഷൻ വരുമോ എന്ന് ചോദിച്ചിരുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇത് വൈറ്റ് അല്ല, ക്രീമാണ്, ക്രീം കളറിൽ ഡീപ്പ് റെഡ് മുന്താണി. ഇതേ ഇങ്ങനെ മുന്താണി വന്നിട്ട് ഇങ്ങനെ കണ്ടോ, ആ വിസ്കോസിൻ്റെ മെറ്റീരിയലിൻ്റെ ആ ഒരു സുഖം കണ്ടോ. ബ്ലൗസ് വന്നിട്ട് ഈ ഒരു റെഡ് കളറ്, ഇത് ലൈനിങ്ങും കൂടെ ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. ഇതുകൊണ്ട് തന്നെ ബ്ലൗസ് തയ്ക്കണം, വേറെ ബ്ലൗസ് അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. എന്നാലും ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. കണ്ടോ, ഇതാണ് സാരി, നല്ല സാരിയല്ലേ, സിമ്പിളുമാണ്, പക്ഷെ ഒരു എലഗൻ്റ് ലുക്കും ഉണ്ട്. ഏത് പ്രായക്കാർക്കും പറ്റും. ഇപ്പം ഈ ഓഫ് വൈറ്റ് ക്രീം അങ്ങനത്തെ ഷെയ്ഡിൽ ഡാർക്ക് കോൺട്രാസ്റ്റായിട്ട് ബോർഡർ വരുന്നതിന് ഭയങ്കര ഡിമാൻഡാണല്ലോ. ഇതിൻ്റെ തന്നെ മറ്റേതാണ് ബ്ലൗസ്. ഇത്
മുന്താണി ഞാൻ കാണിച്ചല്ലോ. മുന്താണി ഒന്നുകൂടെ കാണണോ? കാണേണ്ട കാര്യമുണ്ടോ? ഇത് വരും മുന്താണി ഉണ്ടോ? ഇത് വരും മുന്താണി, നല്ല മുന്താണി. എല്ലാം വീവിങ് ആണ്, ഒന്നുപോലും പ്രിൻ്റോ കാര്യങ്ങളോ അല്ല. വീവിങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ എടുപ്പും ഭംഗിയും, പിന്നെ ഗോൾഡൻ കളറിന് ഡാമേജ് സംഭവിക്കുമെന്നോ അങ്ങനെ ഒന്നും ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് സെയിം സാരിയാണ്. ബോർഡറിൻ്റെ ഡിസൈനിലും ഈ ബോഡിയുടെ ഡിസൈനിലും ഉള്ള വ്യത്യാസം, അത് വേറൊരു ഷേപ്പിലുള്ള ഒരു ഇതായിരുന്നു ഇവിടുത്തെ ഡിസൈൻ. ഇതിപ്പോൾ ഒരു മാംഗോ ചിക്കൻ കാരിയുടെയൊക്കെ ഒരു ഇത് വരുന്ന ഇത് മുന്താണി വന്നിട്ട് അങ്ങനെ, മുന്താണിയുടെ അല്ല ബോർഡറിൻ്റെ ഡിസൈന് അങ്ങനെ കണ്ടോ. ഇനി ഇതിൻ്റെ മുന്താണിയും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. മുന്താണി സെയിം ഡിസൈൻ ആണോ എന്ന് നോക്കാം. ഒരു പ്രാവശ്യം ഞാൻ കണ്ടതാണേലും ഞാൻ അങ്ങനെ തുറന്ന് നോക്കില്ല. ഇതിൻ്റെ ഡിസൈൻ വേറെ, മുന്താണിയുടെ ഡിസൈൻ ഇങ്ങനെ വരും. ബ്ലൗസ് ഇങ്ങനെ. ബ്ലൗസ് ഇതിപ്പം ഇതാ വിസ്കോസിൻ്റെ കളർ എന്ന് പറയുമ്പോഴത്തേനും അതിന് ലൈനിങ്ങും കൂടെ ഇട്ട് തയ്ക്കുമ്പോൾ നല്ല ഡീപ്പ് കളർ വരും. ഭയങ്കര ആ ഒരു കോമ്പിനേഷൻ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാം എത്രമാത്രം നല്ല ഭംഗിയായിരിക്കും എന്ന്. ഏത് ഒക്കേഷനും പറ്റുകയും ചെയ്യും. അതായത് ഏത് ഒക്കേഷനല്ല, ഏത് പ്രായത്തിലുള്ളവർക്കും പറ്റുകയും ചെയ്യും. എന്നാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേറെ അങ്ങോട്ടോട്ട് പോകുന്നു, അതാ പറയുന്നതിനകത്തൊരു കിട്ടുന്നില്ല അല്ലേ. അല്ലേന്ന് ഞാൻ എന്നോടാണ് ചോദിച്ചേട്ടോ, ഞങ്ങളൊക്കെ എന്നെ അറിയാമോ എന്ന് ചോദിക്കും. ഇത് നേരത്തെ കാണിച്ചിട്ടുള്ള കേട്ടോ, ഡാർക്ക് മെറൂൺ അതിൽ ബ്ലാക്ക്, കോൺട്രാസ്റ്റ് ബ്ലാക്ക്. ഇത് കാണിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചിട്ടുള്ളത് സെൽഫാണ്, കോൺട്രാസ്റ്റ് അല്ല കാണിച്ചിട്ടുള്ളത്. ഈ ഡാർക്ക് മെറൂണ് ഡാർക്ക് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഇതിപ്പം കോൺട്രാസ്റ്റാണ്, ബ്ലാക്ക് ബോർഡർ. മുന്താണിയും കൂടെ കാണിക്കാം. മുന്താണി ഇത്. ബ്ലൗസ് ബ്ലാക്ക്, ഇത് ഈ കാണുന്ന ബ്ലൗസ് കൂടെ ഒന്ന് കാണിച്ച്. ഈ ബ്ലാക്ക് വരും ബ്ലൗസ് ഉണ്ടോ, ഡീപ്പ് ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ബ്ലൗസ്. നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങിക്കിടക്കും, എന്നാൽ ഈ പറയുന്ന പോലെ തീരെ അങ്ങ് നൈസായിട്ട് പോകത്തില്ല. നമുക്ക് മാനേജബിളാണ്. വിസ്കോസ് ബനാറസി ഇങ്ങനത്തെ ഐറ്റങ്ങളൊന്നും ഞാനിനി മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങി തുടങ്ങി. ഇത് പല റേറ്റിൽ ഇറങ്ങാൻ തുടങ്ങി. ബനാറസിയിലെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് എത്ര റേറ്റിലേക്ക് പോകും. 4000 5000 ആണ് അതിൻ്റെ ഏറ്റവും നേരത്തെയൊക്കെ സ്റ്റാർട്ടിങ്. ഇപ്പം ബനാറസി ഒരു വലിയ താരമായിട്ട് മാറി അങ്ങനെ വരുക. ബനാറസി സാരികൾക്ക് അന്വേഷിച്ച് നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. നമ്മുടെ ഷോപ്പിലൊക്കെ ഒത്തിരി പേര് വരും ബനാറസി. ഇനി നമ്മുടെ ചന്തേരി, അടിപൊളി ഒരു സാരി കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര ഭംഗിയാണ്. പ്യുവർ ചന്തേരി ഇങ്ങനെ നീംസറി ബോർഡറൊക്കെ ആയിട്ട് സിമ്പിളാണ്, പക്ഷെ നല്ല എലഗൻറ്റ് ലുക്കുള്ള ചന്തേരിയുടെ ഒരു സാരിയാണേ. ഇനി ഇതിൻ്റെ മുന്താണിയും കൂടെ കാണിക്കാം കേട്ടോ. ബ്ലൗസ് വരുമ്പോൾ കോൺട്രാസ്റ്റ് വരും, കോൺട്രാസ്റ്റ് റെഡ്. ഇത് ബ്ലൗസ്, ഇത് വരും ബ്ലൗസിൽ ഒരു സെൽഫ് ഡിസൈൻ ഉണ്ട്, ഇങ്ങനെ ഒരു സെൽഫ് ഡിസൈൻ ഉണ്ട്. ഒരു വല്ലാത്ത റെഡല്ല, ഒരു ചില്ലി റെഡ് പോലത്തെ ഒരു റെഡാണ്. ഇതിന് മുന്താണി എന്ന് പറയുന്നത്, മുന്താണിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതില്ല. മുന്താണി ഇത് ഇങ്ങനെ കണ്ടോ, ഇത്രയേ ഉള്ളൂ മുന്താണി എന്ന് പറയുന്ന ഒരു സംഭവം. മുന്താണി ഉണ്ട്, മുന്താണി ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു വീവിങ് വന്നിട്ട് മുന്താണി. കണ്ടോ, സൂപ്പർ സാരി അല്ലേ, നല്ല ഭംഗിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ഈ മോഡൽ സാരി എടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹപ്പെട്ട് താല്പര്യപ്പെട്ടൊക്കെ ഇരിക്കുക. പിന്നെ ഒത്തിരി സാരികൾ കാണുമ്പോഴേ ഒരെണ്ണം കണ്ടിട്ട് അടുത്തേ നോക്കുമ്പോൾ അന്ന് അതാട്ടെ, അത് കഴിയുമ്പോൾ ഇതോർക്കും, എന്നാൽ ഇതാട്ടെ, ഇതാ കൺഫ്യൂഷൻ. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഇത് സാധനം. ചിലയിടത്ത് പോകുമ്പോൾ നമുക്ക് ഒത്തിരി എണ്ണം ഇഷ്ടപ്പെട്ടത് കിട്ടും, അപ്പോൾ നമ്മൾ മൊത്തം കൺഫ്യൂസ്ഡ് ആവും. ഒത്തിരി എണ്ണം നല്ലതൊക്കെ കണ്ടു കഴിയുമ്പോഴേ 5-6 എണ്ണം കണ്ടു നമുക്ക് പെട്ടെന്ന് തീരുമാനം. അതല്ലേ ആണുങ്ങൾ പർച്ചേസിന് പെട്ടെന്ന് ടക്ക് ഷോപ്പിലൊക്കെ ഇരിക്കുമ്പോഴേലും അറിയാം, ആണുങ്ങൾ വന്നാലുണ്ടല്ലോ പെട്ടെന്ന് കാര്യത്തിന് തീരുമാനമാകും. പെട്ടെന്ന് അവർ നോക്കി എടുത്തു കഴിഞ്ഞു, അത്രേ ഉള്ളൂ.
ഇനി പ്യുവർ മൊഡാൾ. ഒത്തിരി നാളായില്ലേ മൊഡാൾ കാണിച്ചിട്ട്. പ്യുവർ മൊഡാൾ കാണിച്ചിട്ട്. പ്യുവർ മൊഡാളാണേ. മൊഡാളൊക്കെ ഇപ്പം വിവിധ തരമല്ലേ ഇറങ്ങുന്നത്. ഒറ്റ ഡിസൈനേ ഉള്ളൂ ഇപ്പം കാണിക്കുന്നുള്ളൂ. ഇത് വരും ബോഡി, ബോർഡർ, താഴത്തെ ബോർഡർ ഇങ്ങനെ. ഇത് ഞാൻ ആലോചിച്ച ഇതെടുത്താലോ എന്ന്. മൊഡാളിനോട് ഭയങ്കര മൊഡാളിപ്പോൾ ഈ പറയുന്ന പോലെ ഓക്കെ എങ്ങനെ എടുത്ത് വെച്ചാലും നല്ലതല്ലേ. അജ്രക്ക് പ്രിൻറ്റുമായിട്ട് മുന്താണി വന്നിട്ട് ഇങ്ങനെ അജ്രക്ക് പ്രിൻറ്റ്, ഹാൻഡ് ബ്ലോക്ക് അജ്രക്ക് പ്രിൻ്റാണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. അത് നാച്ചുറൽ ഡൈ വിത്ത് ഹാൻഡ് ബ്ലോക്ക് എല്ലാം കൂടെ കൂടിയ പ്യുവർ ആയിട്ടുള്ള സാധനമാണ്. അല്ലാതെ സെമിയും അല്ല എന്നാ പറയുന്നത് പവർ ലൂമും അല്ല, അങ്ങനത്തെ ഒന്നുമല്ല സംഭവം. ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് അത് തന്നെ ഡിസൈൻ വേറൊരു വ്യത്യാസപ്പെട്ടുള്ളൂ ബ്ലൗസ്. അതായത് ആ മുന്താണിയെ കൂടെ പോയേക്കുന്ന ഒരു ഡിസൈൻ്റെ സാമ്യതയുള്ളതാണ് ബ്ലൗസ്. ഇവിടെ ഈ ഭാഗം നല്ലപോലെ ഇഷ്ടം പോലെ മെറ്റീരിയൽ ഇതും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. വേണ്ടവർ വാങ്ങിച്ചോളുക. നമ്മൾ ബഡ്ജറ്റ് റേറ്റിലായിട്ടിരിക്കുന്നത്. നേരത്തെ 5000-6000 രൂപയ്ക്ക് മേളിൽ വരെ നമ്മൾ തന്നെ ഓൺലൈനിൽ സെയിൽ ചെയ്തിട്ടുള്ളത്. ഈ ഇത്ര സാരി ഉള്ളോ എന്നും ചോദ്യമില്ല ഇത്. ഇനി ഒരു സിമ്പിൾ പക്ഷേ നല്ലൊരു ക്ലാസ് സാരി കണ്ടോ. ബുട്ടീക്ക് ഐറ്റം എന്നൊക്കെ പറയും. ഇത് കണ്ടോ, ഇത് കാന്താ വർക്കാണ് ഈ ചെയ്തിരിക്കുന്നത്. കാന്തായുടെ എന്താ പറയുക ത്രെഡ് വർക്ക് ചെയ്തിരിക്കുവാണ് ഇങ്ങനെ ഫുൾ. ഇതാണ് മുന്താണി എന്ന് പറയുന്നത്. അതിൻ്റെ പോർഷൻ ബോഡി ഇങ്ങനെ ഇരിക്കും കണ്ടോ. ഇതെല്ലാം ഇങ്ങനെ ഈ കാന്താ വർക്ക് പോലെ ചെറിയ എംബ്രോയ്ഡറി വർക്കാണ്. ഇതാണ് സാരി. ഇത്ര ഉള്ളു സാരി. ബ്ലൗസിൻ്റെ പാർട്ട് വരുമ്പോൾ പ്ലെയിൻ വരും. ഈ ഒരു ഭാഗം പ്ലെയിൻ വരും. ഇത് ചന്തേരിയുടെ മെറ്റീരിയലാണ്. നല്ല ചന്തേരി. ഒരു ഗോൾഡൻ സെറി, ഒരു കുഞ്ഞിക്ക ഗോൾഡൻ സെറിയുമുണ്ട്. അത് നല്ലൊരു സാരിയാണ്, സിമ്പിൾ സാരി. ഇതിനകത്ത് നിങ്ങൾക്ക് വന്നിട്ട് ഇതിൻ്റെ തന്നെ പ്ലെയിൻ ബ്ലൗസ് വേണമെങ്കിൽ ഇടാം. അതൊരു വേറൊരു ലുക്ക്. പിന്നെ വന്നിട്ട് ഇതിനകത്ത് നല്ല ഡാർക്ക് മെറൂണുണ്ട്, പല കളേഴ്സിൻ്റെ കോമ്പിനേഷൻ വരുന്നുണ്ട്, പർപ്പിളൊക്കെ ഉണ്ട്. അതൊക്കെ ഇടുവാണെങ്കിൽ വേറൊരു ടച്ച് കിട്ടും. നല്ലൊരു എന്നാ പറയുക നല്ലൊരു ക്ലാസ് ലുക്കുള്ള ബ്ലൗസ് അല്ല സാരി. മുന്താണി എന്ന് പറഞ്ഞ് കാണിക്കാനൊന്നുമില്ല. മുന്താണിക്ക് ടാസിലുണ്ട്. അങ്ങനെ തന്നെ ഫുള്ള് ഇങ്ങനെയാണ്. ഇതിൻ്റെ 3 സൈഡും ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു കാന്താവർക്ക്. ഇത് കാന്താവർക്ക് എന്ന് പറയുന്നത് ഇത് മെഷീൻ ചെയ്യുന്നതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അത് നമ്മളത് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും പറയും. ഇനി ഒരു അടിപൊളി സാരി കാണിക്കാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടതായിരുന്നു എല്ലാം കേട്ടോ. സത്യം ഞാൻ പറയാം. എനിക്കിഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയുന്നത് എന്നാന്ന് പറയും. ഞാനാണിപ്പോൾ സാരി പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, അല്ല എനിക്കൊരു ഫംഗ്ഷന് പോകാനാണ് സാരി പർച്ചേസ് ചെയ്യുന്നത് കണ്ടോ. സെമി ടസറിൽ നല്ല സൂപ്പർ ഡ്യൂപ്പർ ബോർഡറൊക്കെ ആയിട്ട് നല്ല വീവിങ് വന്നിട്ട് നല്ല ബുട്ടായുള്ള നല്ലൊരു സാരി. ബ്ലൗസ് വന്നിട്ട് കോൺട്രാസ്റ്റ് പ്ലെയിൻ. ഇതാണ് ബ്ലൗസ് കണ്ടോ. ഇച്ചിരി ഹെവിയാണ് സാരി. ഭയങ്കര ഹെവി എന്ന് പറയാൻ പറ്റത്തില്ല. ഒറ്റ പീസ് എടുക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കാണിച്ച് തന്നിട്ടാണ് ഞാൻ എല്ലാ സാരിയും കാണിച്ച് തന്നിട്ടാണ് സെയിലാക്കുന്നത് കേട്ടോ. ഒരു സാരി പോലും ഞാൻ എനിക്ക് ഓർമ്മ കിട്ടാതെ വല്ലതും പോയെങ്കിലേ പറയാതിരിക്കുള്ളൂ. നൂല് അടിപൊളിയല്ലേ. നല്ല ഫങ്ഷൻ വെയർ സാരി. 1 പ്ലീറ്റ് ഇടാനാണ് നല്ലത്. കൂടുതൽ നല്ലത് 1 പ്ലീറ്റ് ഇടാനാണ്. പിന്നെ മുകളിലത്തെയും ബോർഡർ ഒരുപോലെ, മുകളിലത്തെയും താഴത്തെയും ബോർഡർ ഒരുപോലെ തന്നെ. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് ഈ ഒരു ഡാർക്ക് പിങ്കിൻ്റെ പ്ലെയിന്. നല്ല ഭംഗിയാണ്. ഇത് നമ്മൾ കണ്ടല്ലോ, നല്ല എന്നാ പറയുക കാണുമ്പോൾ ഹായ് എന്ന് വെക്കുന്ന ഒരു മോഡലാണ്. ഇതിപ്പോൾ ഞാൻ ഇത്രയും ലെയറായിട്ട് ഇങ്ങനെ എൻ്റെ ശരീരത്തിൽ ഇട്ടേക്കുന്നതുകൊണ്ട് ഭയങ്കര ഹെവിയാന്ന് തോന്നും. ബോഡിയിലോട്ട് പിടിക്കുമ്പോൾ എന്നുകൊണ്ട് ഭയങ്കര സ്ലോ എന്നങ്ങ് ഊർന്നു പോകുന്ന അത്രയും ഇതല്ല കേട്ടോ. അത്യാവശ്യത്തിന് നല്ല സോഫ്റ്റാണ്. പിന്നെ ഇവിടെയോട്ട് വരുമ്പോൾ ഇച്ചിരി ഇത്രയും ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ, ഇത്രയും നിറച്ചും വീവ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു ഹെവിനെസ് ഈ ബോർഡറിനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് സാരി ഫോൾ വെച്ചില്ലെങ്കിൽ ഈ സാരിക്ക് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബോർഡറിന് നല്ലൊരു കനവും കട്ടിയുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ നിൽക്കും. ഇനി അതിലും അടിപൊളിയായിട്ടുള്ള വേറൊരു സാരി. ഏതാ വേണ്ടേന്ന് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആകും നമ്മൾ അല്ലേ. ആകണം
നല്ല രസമുള്ള കാണുന്നതിനൊക്കെ. ഇത് മുന്താണി. ബോഡി ഉണ്ടോ ഇങ്ങനെ. ഇതെല്ലാം വീവിങ് ആണ്. ഒരു ഡാർക്ക് ബ്ലാക്ക് കളറിൽ ഇവിടെയോട്ട് വരുമ്പോൾ മെറൂണും ഒരു ലൈറ്റ് മെറൂണിൻ്റെ ലൈറ്റായിട്ട് പോകുന്ന ഒരു ടെമ്പിൾ ഡിസൈനും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല ഇപ്പോൾ ഈ വീതി ബോർഡറിന് ഭയങ്കര ഡിമാൻഡല്ലേ, നല്ല ഭംഗിയല്ലേ. നമ്മളിപ്പം നല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊടുത്തു പോവാം. എന്താണ് ഇങ്ങനെ. ഇനി ബ്ലൗസ് കൂടെ കാണാം. ബ്ലൗസ് എനിക്ക് തോന്നുന്നു ലൈൻസ് ഉള്ള ബ്ലൗസാണെന്ന് തോന്നുന്നു. ബ്ലൗസ് കോൺട്രാസ്റ്റ് ആണ്. ഇതാണ് ബ്ലൗസ്. ബ്ലൗസിൻ്റെ നല്ല വശം ഏതാ? ഇതല്ലേ, ഇതായിരിക്കും നല്ല വശം അല്ലേ. ഇതാണ് ബ്ലൗസ് വരുന്നത്. അതായത് ആ റെഡിൻ്റെ ഒരു ഇത് വരും. അതിൻ്റെ കൂടെ ഇങ്ങനൊരു ഡിസൈനുണ്ട്, ബോർഡറുണ്ട്, എല്ലാം ഉണ്ട്. കയ്യിലെ ആ ഭംഗി അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു നല്ല എടുപ്പം. നല്ല ഇതിപ്പോൾ ഈ ടസറിൻ്റെ ഒക്കെ നല്ല കൂടിയ ഒരു 8,000-10,000 രൂപയുടെയൊക്കെ ഒരു സാരി ഉടുക്കുന്ന ഒരു പകിട്ട് ഇതിനുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. ടസർ സെമി ടസറാണ്. പിന്നെ ഈ ദേശീയ ടസർ എന്ന് പറയുന്ന അങ്ങനത്തെ ആ ഒരു മോഡലല്ല, അതിൻ്റെ ഒരു പേപ്പറിൻ്റെ ഒരു ലുക്കാണ്. ഇതങ്ങനല്ല. പക്ഷെ ആ ഒരു ഞാൻ പറയില്ല 8,000-10,000 രൂപയുടെ സാരി ഉടുക്കുന്ന അതേ ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി സാരിയെപ്പറ്റി അതിഗംഭീരമായിട്ടറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ എൻ്റെ വിശ്വാസം പറയുന്നില്ല. ഞാൻ പറഞ്ഞതുണ്ട്, നമ്മുടെ കണ്ണിന് കാണുന്നതും കൊണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്താ, നമുക്ക് വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ്. ഈ സ്ക്രീനെ എൻക്വയറി എന്താണെങ്കിലും ഇന്ന സാധനം കിട്ടുമോ ഇന്നതുണ്ടോ എന്നുള്ളതെല്ലാം എൻക്വയറി എന്താണെങ്കിലും ഈ വാട്സപ്പ് ഈ സ്ക്രീനെ കാണുന്ന മെസ്സേജിൽ വാട്സപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്ത്, വാട്സപ്പ് കോളല്ല. വാട്സപ്പ് കോൾ നമ്മൾ കഴിവതും റിസീവ് ചെയ്യത്തില്ല, കഴിവതും നല്ല റിസീവ് ചെയ്യാറില്ല. നമുക്കെല്ലാം മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അതുവഴിയേ ഉള്ളൂ. യൂട്യൂബിൽ അയച്ച് ചിലരിങ്ങനെ എൻക്വയറി നടത്തുന്നുണ്ട്. അതിനൊക്കെ റിപ്ലൈ തരുന്ന സമയമാകുമ്പോഴത്തേനും സാധനം മുഴുവൻ തീർന്നു. അതുകൊണ്ട് തന്നെ റിപ്ലൈ കൊടുക്കാറില്ലെന്ന് തോന്നുന്നു, അറിയത്തില്ല. സാധനം തീർന്നു പോയ കാര്യത്തെപ്പറ്റി നമ്മൾ പിന്നെ റിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വാട്സപ്പ് ഈ സ്ക്രീനെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ടോടുകൂടി. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അത്രമേൽ എടുക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇന്ന വീഡിയോയുടെ ഇത്ര നമ്പർ സാരി എന്നെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.